കൊച്ചി നെട്ടൂരിൽ ആളൊഴിഞ്ഞ ഫ്ളാറ്റിന് സമീപം കാറുകൾക്ക് തീപിടിച്ചു. കുണ്ടന്നൂർ പാലത്തിന് സമീപം നിർത്തിയിട്ട കാറുകൾക്കാണ് തീപിടിച്ചത്. ഉഗ്രശബ്ദത്തോടെ കാറുകൾ പൊട്ടിത്തെറിച്ചു. ഹരിതകർമ്മസേന മാലിന്യം സൂക്ഷിക്കുന്ന സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായത്. സൈഫുനീസ അലിയാറാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സൈഫുനീസ, വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. അതിൽ അറിയേണ്ടത് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ കാറുകൾക്ക് തീപിടിച്ചത്? നിലവിൽ തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? കാറിലെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് മരട് നഗരസഭയുടെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ INTC ജംഗ്ഷന് സമീപത്തെ പാലത്തിന്റെ താഴ്ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും സാധാരണയാണ്. ഇവിടെ നിന്നാണ് ഇന്ന് തീ പടർന്നത്. അത് ഈ ആരെങ്കിലും സാമൂഹിക വിരുദ്ധർ ഈ പ്ലാസ്റ്റിക് വേസ്റ്റിന് തീ ഇട്ടതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് തീ പടർന്ന് സമീപത്തായി ഉണ്ടായിരുന്ന 2 കാറുകളിലേക്കും ഒപ്പം തന്നെ ഈ ഹരിതകർമ്മസേനയുടെ ഈ പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന ഒരു ഉന്തുവണ്ടിയിലേക്കും ഈ തീ പടരുകയായിരുന്നു. കാറുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു കാർ ഒരു സെന്നാണ്. ഈ സെന്നിന്റെ ഉടമ അവിടെ എത്തുകയും ചെയ്തിരുന്നു. അത് ഇവിടെ പാർക്ക് ചെയ്തു പോയിരുന്ന കാറായിരുന്നു. ഒപ്പം തന്നെ ഒരു മഹീന്ദ്രയുടെ ഒരു കാറും ഉണ്ടായിരുന്നു. മഹീന്ദ്രയുടെ കാറ് അവിടെ ഒരു കേസിൽപ്പെട്ട് അവിടെ പാർക്ക് ചെയ്ത് കിടന്ന വാഹനമാണ്, ഉപയോഗിക്കാത്ത വാഹനമാണ് എന്നാണ് സമീപവാസികളിൽ നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ തീ പടർന്നപ്പോൾ വലിയ ശബ്ദത്തോടെയാണ് സ്ഫോടനം പോലെ ഉണ്ടാവുകയും പിന്നീട് കടവന്ത്രയിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയുമായിരുന്നു. മിനിറ്റുകളോളം എടുത്താണ് ഈ തീ അണയ്ക്കാൻ സാധിച്ചത്. കാരണം ഈ തീ വേസ്റ്റിൽ നിന്ന് ഈ കാറുകളിലേക്കും ഒരു കാറിലേക്കും പിന്നീട് മറ്റൊരു കാറിലേക്കും ഒപ്പം തന്നെ അടുത്തുണ്ടായിരുന്ന ഈ ഉന്തുവണ്ടിയിലേക്കും ഒക്കെ പടർന്നിരുന്നു. ഇതെല്ലാം തീ അണയ്ക്കുകയും ചെയ്തു. കാറിനകത്ത് ആളുകൾ ഉണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ആശങ്ക ഉണ്ടായിരുന്നത്. കാരണം ഇത് എന്ത് കാറാണ്, എവിടെ നിന്ന് വന്ന കാറാണ്, അവിടെ ഉണ്ടായിരുന്നാണോ, പാർക്ക് ചെയ്തതാണോ, അല്ലെങ്കിൽ അതുവഴി പാസ് ചെയ്തു പോയതാണോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ തീ പൂർണ്ണമായും അടയ്ക്കാൻ സാധിച്ചു എന്നുള്ളതും പിന്നെ കാറിനുള്ളിൽ ആളുകളൊന്നും ഇല്ല എന്നുള്ളതും ഒക്കെ ഏറെ ആശ്വാസകരമാണ്. വലിയ തീപിടുത്തമാണ് കുണ്ടന്നൂരിൽ മരടിൽ ഉണ്ടായത്. ആ വിവരങ്ങളാണ് സൈഫുനീസ നൽകിയത്.